നമസ്കാരം. നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ് ഡിഗ്രി ബിരുദം നേടുക, അതോടൊപ്പം തന്നെ തുടർന്ന് PG ബിരുദം നേടുക എന്നുള്ളത്. അത് പ്രത്യേകിച്ചും സയൻസിൽ PG ബിരുദം നേടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് MSc കെമിസ്ട്രിക്കാണെങ്കിലും ഇപ്പം നമ്മൾ BSc ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നെങ്കിൽ ഏതെങ്കിലും B.Edന് ശേഷം ഏതെങ്കിലും സ്കൂളുകളിൽ ജോലി ലഭിച്ചെന്നിരിക്കാം, ടീച്ചേഴ്സായിട്ട് ഹൈസ്കൂളിലൊക്കെ ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരാവാം. പക്ഷെ അവർക്ക് പിന്നീട് ഒരു MSc ചെയ്യുവാൻ അവർക്ക് ഒരു അവസരം ലഭിച്ചില്ല എന്ന് വരും. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOU MSc കെമിസ്ട്രി PG ബിരുദം നൽകുവാൻ തീരുമാനിച്ചത്. IGNOയുടെ സ്കൂൾ ഓഫ് സയൻസസ് ആണ് ഈ PG ബിരുദം നൽകുക. PGയിലെ MSc കെമിസ്ട്രി അതോടൊപ്പം തന്നെ MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയും IGNOയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. IGNOU ഓഫർ ചെയ്യുന്ന MSc കെമിസ്ട്രിയുടെ പ്രോഗ്രാം കോഡ് MSc Chem, അതോടൊപ്പം തന്നെ MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ കോഡ് MSc AN Chem. അപ്പോൾ 2 വർഷത്തെ PG ബിരുദ കോഴ്സാണിത് എന്ന് പറയാൻ 4 സെമിസ്റ്ററുകൾ. അപ്പോൾ ഈ കോഴ്സുകൾ നമുക്ക് 2 വർഷം കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഈ MSc കെമിസ്ട്രി കോഴ്സും MSc അനലിറ്റിക്കൽ കെമിസ്ട്രി കോഴ്സും നമുക്ക് നേടുവാൻ സാധിക്കും. ഇത് ഓപ്പൺ കോഴ്സായിട്ട് നമുക്ക് ലഭിക്കാം, അതോടൊപ്പം തന്നെ ഓൺലൈൻ ഡിസ്റ്റൻസ് മോഡായിട്ട് നമുക്ക് ലഭിക്കും. 2 വർഷം എന്ന് പറയുമ്പോൾ 4 സെമിസ്റ്റർ. അഡ്മിഷൻ എല്ലാ IGNOU നമുക്കറിയാം. IGNOU വർഷത്തിൽ 2 അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ജനുവരി സെഷനും അതോടൊപ്പം തന്നെ ജൂൺ സെഷനിൽ. അപ്പോൾ നമുക്ക് ഈ ഏത് സെഷനിൽ വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ ഈ ജനുവരി സെഷനിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫെബ്രുവരി ഒക്കെ കൊണ്ട് ഇത് ക്ലോസ് ആവും. അതിനുശേഷം ജൂൺ സെഷനിൽ അഡ്മിഷൻ വേണ്ടിയവർക്ക് ആ സമയത്ത് വേണ്ടി എടുക്കാം. അപ്പോൾ ജനുവരിയിൽ അഡ്മിഷൻ എടുത്തവർക്ക് ആദ്യത്തെ വർഷത്തെ പരീക്ഷ വരുന്നത് ഡിസംബറിലായിരിക്കും. ജൂൺ സെഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് അതിൻ്റെ അടുത്ത വർഷം ജൂണിലായിരിക്കും പരീക്ഷ വരിക. അപ്പോൾ പരീക്ഷയോടനുബന്ധിച്ച് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. തിയറി പരീക്ഷയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ പരീക്ഷകൾ നടക്കും. അപ്പോൾ നമുക്കറിയാം തിയറി പരീക്ഷ എവിടെ വേണേലും നമുക്ക് തിയറി പരീക്ഷ എഴുതുവാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ എടുക്കുക, നമ്മൾ ഏത് സ്റ്റഡി സെൻറ്ററിലാണോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പ്രാക്ടിക്കൽ സെഷൻ വരേണ്ടതായിട്ട് വരും. കേരളത്തിലെ മാർ ഇവാനിയോസ് കോളേജ് ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കുന്ന മാർ ഇവാനിയോസ് കോളേജിൽ IGNOU സ്റ്റഡി സെൻറ്ററുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ MSc കെമിസ്ട്രി MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയും ഓഫർ ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള നാലാഞ്ചിറയിലുള്ള മാർ ഇവാനിയോസ് കോളേജിൽ പ്രവർത്തിക്കുന്ന IGNOU സ്റ്റഡി സെൻറ്ററിലാണ്. അപ്പോൾ തിയറി പരീക്ഷ നിങ്ങൾക്ക് എവിടെ എഴുതുവാൻ സാധിക്കും. പക്ഷേ പ്രാക്ടിക്കലിനായിട്ട് മാർ ഇവാനിയോസ് കോളേജ് സ്റ്റഡി സെൻറ്ററിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടി വരും. അപ്പോൾ അത് തിയറി പരീക്ഷയ്ക്ക് ശേഷം തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലോ അല്ല അവധി ദിവസങ്ങളിലോ ശനിയും ഞായറുകളിലോ അല്ല ഏതെങ്കിലും അവധി വരുന്ന ദിവസങ്ങളിലായിരിക്കും പ്രാക്ടിക്കൽ കൗൺസിലിംഗ് സെഷനും നടക്കും. അതോടൊപ്പം തന്നെ തുടർന്ന് പ്രാക്ടിക്കൽ എക്സാമിനേഷനും നടക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെതായ ഒരു രീതി. അപ്പം ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് MSc കെമിസ്ട്രി ബിരുദം നേടാം എന്നുള്ള വലിയൊരു സവിശേഷത ഇപ്പോൾ നാഷണൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരു സെക്ഷനായിട്ട് ക്രമീകരിക്കുകയാണ്. അപ്പോൾ 11ഉം 12ഉം ഒക്കെ പഠിപ്പിക്കേണ്ട ടീച്ചേഴ്സിന് അവർക്ക് MSc ബിരുദം അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഏറ്റവും സുലഭമായ ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പോളിസി പ്രകാരം ഡുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ ഡുവൽ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ കോഴ്സിനോടൊപ്പം നമുക്ക് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഓൺലൈൻ മോഡിലോ ഡിസ്റ്റൻസ് മോഡിലോ നമുക്ക് വേറൊരു ഡിഗ്രിയുടെ സമ്പാദിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ലേണർ B.Ed കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം ഇപ്പം നമുക്കറിയാം 2 വർഷത്തെ B.Ed കോഴ്സ്, ഈ 2 വർഷത്തെ B.Ed കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ 2 വർഷത്തെ MSc ബിരുദം PG ബിരുദം ഡിസ്റ്റൻസ് മോഡിലൂടെ ഓൺലൈനായിട്ട് നമുക്ക് IGNOയിൽ നിന്ന് നേടുവാൻ സാധിക്കും. അപ്പോൾ 2 വർഷം നമുക്ക് ലാഭിക്കാം. അപ്പോൾ അങ്ങനെയും ചില സവിശേഷ ഗുണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽ കോഴ്സ് മെറ്റീരിയൽസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് IIT-യിലൊക്കെ പ്രവർത്തിച്ച
പ്രൊഫസർമാരാണ് ഇതിൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്തത്. വളരെ നൂതനമായ കോഴ്സുകൾ, സ്കിൽ എൻറിച്ച്ഡ് കോഴ്സുകളാണ്. പിന്നെ അതിലുപരി ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇഗ്നോ ബിരുദവും PG ബിരുദവും എല്ലാം ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റി റെഗുലർ ഡിഗ്രിക്ക് തത്തുല്യമായിട്ടുള്ള ഇക്വലൻസി സമ്പാദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു PSC പരീക്ഷ എഴുതുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത ജോലിക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ വേറൊരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇഗ്നോ ബിരുദത്തിന് ആവശ്യമില്ല. ബിക്കോസ് ഇഗ്നോ എന്ന് പറയുന്നത് തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിക്കും അത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. കോഴ്സ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഓൺലൈൻ ഡിസ്റ്റൻസ് മോഡിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നെങ്കിൽ കോഴ്സ് മെറ്റീരിയൽസ് എന്ന ഓരോ കോഴ്സിനും അതിൻ്റെതായ ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് നമ്മൾ ഏത് അഡ്രസ്സാണോ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ റെസിഡൻസ് അഡ്രസ്സിൽ നമുക്ക് എത്തുന്നതാണ്. പരീക്ഷകൾ ഇപ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾ ജനുവരിയിലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഡിസംബറിൽ പരീക്ഷ വരും. ജൂണിലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നമുക്ക് അടുത്ത ജൂണിൽ പരീക്ഷ വരും. രണ്ടാമത്തെ വർഷം നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യണം. അപ്പം 2 വർഷത്തെ ഫീസ് നമ്മൾ അടയ്ക്കണം ഓൺലൈനായിട്ട്. അപ്പോൾ ആ 2 വർഷത്തെ ഫീസ് അടച്ചതിന് ശേഷം രണ്ടാമത്തെ വർഷം നമുക്ക് സെമസ്റ്റർ വൈസ് പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പം അതിന് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ തിയറി പരീക്ഷയുടെയും പ്രാക്ടിക്കൽ പരീക്ഷയുടെയൊക്കെ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ടെന്ന് മാത്രം. ഇനി മൊത്തത്തിലുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് 80 പിന്നെ ഈ സവിശേഷത നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഇപ്പോൾ കെമിസ്ട്രിയിൽ തന്നെ ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് എല്ലാ കോഴ്സുകളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, ഗ്രീൻ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, എൻവയറമെന്റൽ കെമിസ്ട്രി തുടങ്ങിയ വളരെ മേന്മയേറിയ നൂതനമായ കോഴ്സുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി? അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബിരുദധാരി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം നേടിയ ആർക്കും ഈ കോഴ്സിന് അപേക്ഷിക്കാം. രണ്ടാമത് ഈ 3 ടയർ സിസ്റ്റം, ഒരേപോലെ 3 സബ്ജക്റ്റുകൾ ഡിഗ്രിക്ക് പഠിക്കുന്നവർ, അപ്പോൾ അങ്ങനെയുള്ളവർക്കും PG ബിരുദത്തിന് കെമിസ്ട്രിക്ക് അപ്ലൈ ചെയ്യാം. മൂന്നാമത് ഏതെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ BSc ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ 20 ക്രെഡിറ്റ് കെമിസ്ട്രി കോഴ്സിനായിരിക്കണം. അപ്പോൾ ഓപ്പൺ ഡിഗ്രി കോഴ്സാണെങ്കിൽ മിനിമം 20 ക്രെഡിറ്റ് നിങ്ങൾ കെമിസ്ട്രിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് PG ബിരുദത്തിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം വൈ ആർ യു വെയിറ്റിംഗ് ഫോർ? നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്യുന്നു? നിങ്ങളത് മുൻപിൽ ഇഗ്നോ അവതരിപ്പിക്കുകയാണ് MSc കെമിസ്ട്രി കോഴ്സ്. ഇത് തീർച്ചയായിട്ടും കടന്നു വരൂ. നിങ്ങൾക്ക് അത് വളരെ അധികം നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. വളരെ നല്ല കോഴ്സ് മെറ്റീരിയൽസാണ്. പ്രാക്ടിക്കൽ കോഴ്സുകൾ നടക്കുക മാറിവാനിയസ് കോളേജിലാണ്. അതിൻ്റെ കോർഡിനേറ്റർ ഞാൻ തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവിധമായ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓൺലൈൻ മോഡിലായിരിക്കും നമ്മൾ ചിലപ്പം തിയറി ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈൻ മോഡിലായിരിക്കും. അത് എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാ ദിവസങ്ങളും വൈകുന്നേരങ്ങളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ 7 മണി തൊട്ട് 9 മണി വരെ അത് ടൈം ടേബിൾ തരും. എല്ലാ ദിവസവും ഇല്ല, അതിൻ്റെ ഷെഡ്യൂൾ തരും. പ്രാക്ടിക്കൽ നടക്കുക അവധി ദിവസങ്ങളിൽ മാറിവാനിയസ് കോളേജ് സ്റ്റഡി സെൻറ്ററിൽ അതിൻ്റെ കൃത്യമായ പ്രാക്ടിക്കൽ കോഴ്സുകൾ നടക്കുന്നതാണ്. അപ്പം 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ജോലിയിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് MSc ബിരുദം നേടാൻ സാധിക്കും എന്നുള്ള വലിയൊരു കാര്യം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ BSc പഠനത്തിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് MSc ബിരുദത്തിന് പോകാനൊരു അവസരം ലഭിച്ചില്ലെന്ന് വരാം. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഈ പറയുന്ന ഇഗ്നോ ഉണ്ട്. ഇഗ്നോയിൽ നിങ്ങൾക്ക് MSc കെമിസ്ട്രിക്ക് രജിസ്റ്റർ ചെയ്യാം. എല്ലാവരും മുന്നോട്ട് കടന്നു വരൂ, രജിസ്റ്റർ ചെയ്യൂ, PG ബിരുദം നേടൂ. All the best.